നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്ത റോബസ്റ്റ് പഴം സാധാരണഗതിയിൽ എല്ലാവരും കളയായിരിക്കും പതിവ് അല്ലേ? അങ്ങനെയുള്ള റോബസ്റ്റ് പഴം കൊണ്ട് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ബനാന ബ്രെഡ് തയ്യാറാക്കിയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്കിവിടെ 3 നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്ത റോബസ്റ്റ് പഴം വേണം. ഞാനിത് ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചൊന്ന് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ ഫൈൻ പേസ്റ്റ് പോലെ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. അത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് 1 കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ വൈറ്റ് ഷുഗർ വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്കൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി അതിലേക്ക് നമ്മൾ ബട്ടർ അല്ല ചേർക്കുന്നത്, പകരം സൺഫ്ലവർ ഓയിലാണ്. ഞാനിവിടെ 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചൊന്ന് എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കണം. ഈ മുട്ടയുടെ ഒളിമ്പ് മണമൊന്ന് പോയി കിട്ടാനാണ്. ഇനി നമുക്ക് ഈ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത്, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കട്ടയൊന്നും കെട്ടാതെ നമുക്ക് ഈ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ബനാന ബ്രെഡിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വടിച്ചിട്ടൊന്ന് എടുക്കാം. എന്നിട്ട് ഒന്നുകൂട്ടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ടുള്ള ബ്രെഡ് ലോഫ് പാനിലേക്ക് ഈ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും ഈ ടിൻ്റെ പകുതിക്ക് മീതെ നിറയ്ക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കൊരു 3-4 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലെന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാനാണ്. ഇനി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവനിൽ വെച്ചിട്ട് 180 ഡിഗ്രീസിൽ 50 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ബനാന ബ്രെഡ് ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി എന്നാണ് അർത്ഥം. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് തിന്നായിട്ടുള്ള സ്ലൈസസ് ആക്കി മുറിച്ചെടുക്കാവുന്നതാണ്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള ബനാന ബ്രെഡ്, അതും ബട്ടർ ഇല്ലാതെ ഉണ്ടാക്കിയത്, ഒരു ചൂട് കോഫിയുടെ കൂടെ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും.